വിജയൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഖസാക്കിൻ്റെ ഇതിഹാസവും രവി എന്ന കഥാപാത്രവുമാണ്. എന്നാൽ വിജയൻ്റെ തൂലികയിൽ നിന്ന് പിറന്ന ഖസാക്കിനേക്കാൾ ആഴത്തിൽ മനുഷ്യ മനസ്സിനെ സ്പർശിക്കുന്ന മറ്റൊരു മാസ്റ്റർ പീസ് ഉണ്ട്. അതാണ് ഗുരുസാഗരം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഈ നോവൽ മലയാള സാഹിത്യത്തിലെ ഏറ്റവും മനോഹരമായ ആത്മീയ യാത്രകളിൽ ഒന്നാണ്. ഇതൊരു സാധാരണ കഥയല്ല. സ്നേഹവും വേർപാടും യുദ്ധവും ആത്മീയതയും എല്ലാം ഇഴചേർന്ന ഒരു അനുഭവമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഈ അമൂല്യമായ പുസ്തകം എന്തുകൊണ്ടാണ് നമ്മൾ വായിച്ചിരിക്കേണ്ടത് എന്നും എന്താണ് ഈ നോവലിൻ്റെ ഉള്ളടക്കം എന്നും നമുക്ക് നോക്കാം. കഥ ആരംഭിക്കുന്നത് ഡൽഹിയിലാണ്. കുഞ്ഞുണ്ണി എന്ന പത്രപ്രവർത്തകനാണ് നോവലിലെ നായകൻ. കേരളത്തിൽ നിന്നും ഡൽഹിയിൽ എത്തി തിരക്കേറിയ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ലോകത്ത് ജീവിക്കുന്ന ഒരാൾ. എന്നാൽ പുറമേ കാണുന്ന തിരക്കുകൾക്കപ്പുറം കുഞ്ഞുണ്ണിയുടെ ഉള്ളിൽ വലിയൊരു ശൂന്യതയുണ്ട്. അയാളുടെ കുടുംബജീവിതം വലിയ തകർച്ചകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഭാര്യ ശിവാനിയുമായുള്ള ബന്ധം തീർത്തും വഷളായിരിക്കുന്നു. അവർ തമ്മിൽ സ്നേഹത്തേക്കാൾ കൂടുതൽ അകൽച്ചയാണുള്ളത്. അവസാനം അവർ വേർപിരിയുന്നു. ശിവാനി അവരുടെ ഏക മകളായ ശിഖയെയും കൂട്ടി പുതിയൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ കുഞ്ഞുണ്ണി തീർത്തും ഏകാഗിയാകുന്നു. സ്വന്തം മകളെ കാണാൻ കഴിയാത്തതിൻ്റെ വേദന, ഒരു കുടുംബം ഇല്ലാതെ പോയതിൻ്റെ ശൂന്യത, ഇതെല്ലാം കുഞ്ഞുണ്ണിയെ വല്ലാതെ തളർത്തുന്നുണ്ട്. ഡൽഹിയുടെ തണുപ്പിലും തിരക്കിലും സ്വന്തം മുറിയിലെ ഏകാന്തതയിൽ അയാൾ നീറുകയാണ്. ഈ വ്യക്തിപരമായ ദുഃഖങ്ങളിലൂടെയാണ് നോവലിൻ്റെ ആദ്യ ഭാഗം സഞ്ചരിക്കുന്നത്. കുഞ്ഞുണ്ണിയുടെ ജീവിതത്തിലെ ഈ വ്യക്തിപരമായ ദുരന്തങ്ങൾക്കിടയിലാണ് ലോക ചരിത്രത്തിലെ തന്നെ വലിയൊരു സംഭവം അരങ്ങേറുന്നത്. 1971 ഇന്ത്യ പാക് യുദ്ധം. ബംഗ്ലാദേശിൻ്റെ പിറവിക്ക് കാരണമായ ആ യുദ്ധം കിഴക്കൻ പാകിസ്ഥാനിൽ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിൽ നിന്നുള്ള ആയിരക്കണക്കിന് അഭയാർത്ഥികൾ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് കൽക്കത്തയിലേക്ക് ഒഴുകിയെത്തുന്നു. ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഈ അഭയാർത്ഥി പ്രവാഹം റിപ്പോർട്ട് ചെയ്യാൻ കുഞ്ഞുണ്ണി കൽക്കത്തയിലേക്ക് നിയോഗിക്കപ്പെടുകയാണ്. അവിടെ എത്തുന്ന കുഞ്ഞുണ്ണി കാണുന്ന കാഴ്ചകൾ സങ്കല്പാതീതമായിരുന്നു. വീടും നാടും നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യർ, കോളറയും മറ്റ് പകർച്ചവ്യാധികളും പിടിപെട്ട് തെരുവുകളിൽ മരിച്ചു വീഴുന്ന കുട്ടികൾ, വിശപ്പും കൂട്ടക്കരച്ചിലുകളും നിറഞ്ഞ ക്യാമ്പുകൾ. മരണം ഇത്രയും ഭയാനകമായി നൃത്തം ചെയ്യുന്ന ആ അന്തരീക്ഷത്തിൽ വെച്ച് കുഞ്ഞുണ്ണിയുടെ ഉള്ളിലെ വ്യക്തിപരമായ ദുഃഖങ്ങൾ പതുക്കെ ഇല്ലാതാകുന്നു. സ്വന്തം മകളെ പിരിഞ്ഞതിൻ്റെ വേദന അനുഭവിച്ചിരുന്ന അയാൾ ലക്ഷക്കണക്കിന് അനാഥരായ കുട്ടികളെ അവിടെ കാണുന്നു. തൻ്റെ വേദന എത്ര ചെറുതാണെന്നും ലോകത്തിൻ്റെ ദുഃഖം എത്ര വലുതാണെന്നും അയാൾ തിരിച്ചറിയുകയാണ്. ഇവിടെയാണ് നോവലിൻ്റെ ഏറ്റവും മനോഹരമായ ദാർശനികമായ തലം ആരംഭിക്കുന്നത്. എന്താണ് ഗുരുസാഗരം? ഗുരുക്കന്മാരുടെ കടൽ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നമ്മളെയെല്ലാം അലട്ടുന്ന ഒരു ചോദ്യമുണ്ട്: നമ്മുടെ ജീവിതത്തിലെ വേദനകൾക്ക് എന്താണ് അർത്ഥം? കൽക്കത്തയിലെ തെരുവുകളിലും ബംഗാളിൻ്റെ ദുരിതഭൂമിയിലും വെച്ച് കുഞ്ഞുണ്ണി വലിയൊരു സത്യം മനസ്സിലാക്കുന്നു. തന്നെ പഠിപ്പിക്കാൻ, തനിക്ക് അറിവ് നൽകാൻ കാവിയുടുത്ത ഒരു സന്യാസിയോ ആശ്രമമോ ആവശ്യമില്ല. പ്രപഞ്ചം മുഴുവൻ ഗുരുക്കന്മാരാൽ നിറഞ്ഞിരിക്കുകയാണ്. വിശന്ന് കരയുന്ന ആ അഭയാർത്ഥി കുട്ടി ഒരു ഗുരുവാണ്. തന്നെ ഉപേക്ഷിച്ചു പോയ ഭാര്യ ശിവാനി ഒരു ഗുരുവാണ്. എന്തിന്, കാറ്റിൽ കൊഴിഞ്ഞു വീഴുന്ന ഒരു കരിയില പോലും നമുക്ക് ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഗുരുവാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ ദുരന്തവും, നമ്മളെ വേദനിപ്പിക്കുന്ന ഓരോ വ്യക്തിയും നമ്മളെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ വരുന്ന ഗുരുക്കന്മാരാണെന്ന് കുഞ്ഞുണ്ണി തിരിച്ചറിയുന്നു. ഈ ലോകം അത്തരം ഗുരുക്കന്മാരുടെ ഒരു മഹാസാഗരമാണ്. ഈ തിരിച്ചറിവ് കുഞ്ഞുണ്ണിയുടെ ഉള്ളിലെ പകയും ദേഷ്യവും നിരാശയും ഇല്ലാതാക്കുന്നു. അയാൾക്ക് എല്ലാവരോടും അളവറ്റ സ്നേഹവും കരുണയും തോന്നാൻ തുടങ്ങുന്നു. യുദ്ധവും ദുരിതങ്ങളും കണ്ടു മടങ്ങുന്ന കുഞ്ഞുണ്ണി പിന്നീട് തൻ്റെ വേരുകളിലേക്ക്, കേരളത്തിലെ പാലക്കാട്ടുള്ള സ്വന്തം തറവാട്ടിലേക്ക് മടങ്ങുകയാണ്. ഡൽഹിയിൽ നിന്നും കൽക്കത്തയിൽ നിന്നും അയാൾ തിരികെ ട്രെയിൻ കയറുമ്പോൾ അയാൾ പഴയ കുഞ്ഞുണ്ണി ആയിരുന്നില്ല. സ്വന്തം ദുഃഖങ്ങളെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ദുഃഖങ്ങളായി കാണാനും അതിലൂടെ ശാന്തി കണ്ടെത്താനും കഴിഞ്ഞ ഒരു പുതിയ മനുഷ്യനായിരുന്നു അയാൾ. പാലക്കാട്ടെ ഗ്രാമത്തിൻ്റെ ശാന്തതയിൽ പ്രകൃതിയോട് ചേർന്ന് ലോകത്തോട് മുഴുവൻ ക്ഷമിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിൽ അയാൾ എത്തിച്ചേരുന്നു. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഉള്ളിൽ വലിയൊരു പ്രകാശം നിറഞ്ഞ അവസ്ഥ. വിജയൻ്റെ ഭാഷയുടെ മാന്ത്രികത മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൃതിയാണിത്. സങ്കടങ്ങളെ എങ്ങനെ സ്നേഹം കൊണ്ട് നേരിടാമെന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചവർ തീർച്ചയായും വായിച്ചിരിക്കേണ്ട, ഒരുപക്ഷെ അതിനേക്കാൾ ലളിതവും എന്നാൽ ആഴവുമുള്ള ഒരു അനുഭവമാണ് ഗുരുസാഗരം.